ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന് താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയന് നൽകി മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. KBRM സദാനന്ദൻ ചടങ്ങിൽ പങ്കെടുത്തു. താനൂർ കേന്ദ്രമായി താലൂക്ക് രൂപീകരിക്കുമെന്ന് താനൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. താലൂക്ക് രൂപീകരിക്കുന്നതിനനുബന്ധമായാണ് താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് താനൂരിൽ ഒട്ടേറെ സർക്കാർ ഓഫീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ തുടങ്ങിയതും ഇതിന്റെ ഭാഗമായാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി താനൂർ കേന്ദ്രീകരിച്ച് വ്യവസായ പാർക്ക് സ്ഥാപിക്കും. യുവതീവാക്കൾക്കായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനും തിരിച്ചെത്തിയ പ്രവാസികൾക്കായി വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കും. പദ്ധതിക്കായി 100 ഏക്കർ സ്ഥലം കണ്ടെത്തിയതായി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതി പ്രകടന പത്രികയിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നാടിൻ്റെ, ഒരു മണ്ഡലത്തിൻ്റെ, ആ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശ ജനങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് അടുത്തുള്ള സാറ്റലൈറ്റ് പട്ടണങ്ങളും ചേർന്ന ഒരു പട്ടണം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താനൂരിനെ താലൂക്കാക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അത് പ്രാബല്യത്തിൽ വരും. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായും അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ താനൂരിനെ താലൂക്കാക്കി ഉയർത്തും. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ താനൂർ CHSE ഇപ്പോൾ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുണ്ട്. പുതിയ DYSP ഓഫീസ് വന്നിട്ടുണ്ട്. പുതിയ SP ഓഫീസ് വരാൻ പോവുകയാണ്. മലപ്പുറം പോലീസിന് 2 വിഭജിച്ച് 2 SP ഓഫീസുകളായി മാറ്റാൻ പോകുന്നു. താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതി 8 മാസം കൊണ്ട് 2ാം ഘട്ടം പൂർത്തീകരിക്കും. 300 കോടി രൂപ ചെലവിൽ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. 8 മാസം കൊണ്ട് മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുമെന്നും വി അബ്ദുറഹ്മാൻ ഉറപ്പു നൽകി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം താനൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ഇന്ന് നിലവിലുള്ള കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കി. നിലവിൽ ഭാരതപ്പുഴയിലെ കോളനിക്കടവിൽ നിന്നും, തൃപ്പങ്കോട്ട് കോളനിക്കടവിൽ നിന്നും ആവശ്യമായുള്ള ജലം നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഏകദേശം 50 വർഷത്തോളം ഉള്ള വെള്ളത്തിൻ്റെ ലഭ്യതയാണ് നമ്മൾ ഭൂഗർഭ ജലവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയാണ് നമ്മളെ പുതിയ സോഴ്സ്, പുതിയ കിണർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും തലക്കെടുത്തൂലെ നെരിയാർക്കുന്നിൽ ഇപ്പോൾ കൂറ്റൻ ടാങ്ക് 95,000 ദശലക്ഷം ലിറ്റർ വെള്ളത്തിന് കപ്പാസിറ്റിയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടാങ്കുകളിലൊന്ന് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 45,000 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതും അവിടെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളാണ് ഇനി ഇടാനുള്ളത്. ഒരു 8-9 മാസത്തിനകം തന്നെ താനൂരിലെ മുഴുവൻ സ്ഥലങ്ങളിലും പുതിയ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ സ്ഥാപിക്കും. ഇതിൽ ആദ്യഘട്ടം ചെറിയമണ്ടം, പൊന്മണ്ടം, താനാളൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മണ്ഡലത്തിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മാനിഫെസ്റ്റോയിൽ പറയുന്നു. 15 വിഷയങ്ങളിലായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മാനിഫെസ്റ്റോ പൂർത്തീകരിച്ചത്. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പായി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 95% പദ്ധതികളും പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യത്തിലാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു.